മലയാള ചലച്ചിത്ര നാടകവേദികളിൽ അറിവിൻ്റെ കനൽ വഴികളും അഭിനയത്തിൻ്റെ സിംഹഗർജനങ്ങളും ബാക്കി വെച്ച് കടന്നുപോയ നരേന്ദ്രപ്രസാദ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും കലയും എന്ന വിഷയത്തിലൂടെ നമുക്കൊന്ന് നടക്കാം. സ്ക്രീനിൽ ആ കനത്ത ശബ്ദം മുഴങ്ങുമ്പോൾ പ്രേക്ഷകരുടെ നെഞ്ചിടിപ്പ് കൂടുകയും കേവലം ഒരു നോട്ടം കൊണ്ട് നായകന്മാരെ പോലും വിറപ്പിക്കുകയും ചെയ്ത മലയാള സിനിമയിലെ വില്ലൻ സങ്കല്പങ്ങളെ പാടെ പൊളിച്ചെഴുതിയ നരേന്ദ്രപ്രസാദ് എന്ന വിസ്മയം വെറുമൊരു നടൻ മാത്രമായിരുന്നില്ല, മറിച്ച് സാഹിത്യ നിരൂപകനും നാടകകൃത്തും സംവിധായകനും അതിലുപരി അറിവിൻ്റെ മഹാസമുദ്രവുമായ ഒരു വിപ്ലവ അധ്യാപകനുമായിരുന്നു. 1945 ഒക്ടോബർ 26 മാവേലിക്കരയിൽ രാഘവ പണിക്കരുടെ മകനായി ജനിച്ച് പന്തളം NSS കോളേജിൽ നിന്നും കേരള സർവകലാശാലയിൽ നിന്നും പാണ്ഡിത്യം നേടി ബിഷപ്പ് മൂർ കോളേജ്, വിക്ടോറിയ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപനത്തെ തൻ്റെ ജീവശ്വാസമാക്കിയ അദ്ദേഹം MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലൈറ്റേഴ്സിൻ്റെ ഡയറക്ടറായിരിക്കെ ഇന്ത്യയിൽ ആദ്യമായി നാടകകലയ്ക്ക് വേണ്ടി ഒരു MPhil കോഴ്സ് ആരംഭിച്ച ദീർഘവീക്ഷണമുള്ള കുലപതിയായിരുന്നു. 80കളിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത നാട്യഗ്രഹം എന്ന വിപ്ലവാത്മക നാടക സംഘം നടൻ മുരളി ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രതിഭകളെ മലയാളത്തിന് സമ്മാനിക്കുകയും അവാർഡുകൾ വാരിക്കൂട്ടിയ സൗപർണിക പോലുള്ള 14ഓളം അമരനാടകങ്ങൾ സംവിധാനം ചെയ്ത് ചരിത്രം കുറിക്കുകയും ചെയ്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളാൽ അത് തകർന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വലിയൊരു നോവായി മാറി. ആദ്യകാലങ്ങളിൽ സിനിമയോട് മുഖം തിരിച്ചു നിന്ന അദ്ദേഹം ശ്യാമപ്രസാദിൻ്റെ പെരുവഴിയിലെ കരിയിലകൾ എന്ന ടെലിഫിലിമിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നതിന് മുൻപ് തന്നെ ഭരതൻ്റെ വൈശാലിയിലെ ലോമപാത രാജാവിനും പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ അശരീരിക്കും മാന്ത്രിക ശബ്ദം നൽകി മലയാളികളെ വിസ്മയിപ്പിച്ചിരുന്നു. പിന്നീട് അസ്ഥികൾ പൂക്കുന്നു എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ശരീരഘടനയല്ല, മറിച്ച് അസാധ്യമായ ഡയലോഗ് ഡെലിവറിയും ഭാവപ്രകടനവുമാണ് ഒരു വില്ലൻ്റെ കരുത്തെന്ന് തെളിയിച്ച് ആറാൻ തമ്പുരാൻ എന്ന ചിത്രത്തിലെ കുളപ്പുള്ളി അപ്പനായും ഏകലവ്യനിലെ സ്വാമി അമൂർത്താനന്ദജിയായും തലസ്ഥാനത്തെ പരമേശ്വരനായും പൈതൃകത്തിലെ ചെമ്മാതിരിയായും നരസിംഹത്തിലെ മൂപ്പിൽ നായരായും തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. വില്ലൻ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ മേലേപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങിയ സിനിമകളിലൂടെ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യ നടനായും തിളങ്ങിയ അദ്ദേഹം മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും നേടിയപ്പോഴും എൻ്റെ മനസ്സ് ഈ കച്ചവട സിനിമയ്ക്കകത്തില്ല എന്ന് തുറന്നു പറയാൻ തക്കവണ്ണം കലയോട് അത്രമേൽ ആത്മാർത്ഥത പുലർത്തിയ മനുഷ്യനായിരുന്നു. തൻ്റെ പ്രിയപത്നി നന്ദപ്രസാദിനും മക്കളായ ദിവ്യ, ദീപ എന്നിവർക്കും ഒപ്പം ജീവിച്ച് ഒടുവിൽ 2003 നവംബർ 3 ആ വലിയ പ്രതിഭ ഈ ഭൂമിയോട് വിട പറഞ്ഞെങ്കിലും ഭൗതിക ശരീരമല്ലാതെയും ഇന്ന് TV സ്ക്രീനുകളിൽ ആ ശബ്ദഭാവങ്ങളും മലയാളിയെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതായിരുന്നു നരേന്ദ്രപ്രസാദ് എന്ന സിംഹപ്രതിഭയുടെ അമരത്വം.